വികസനം നാടിന്റെ മുഖച്ഛായ മാറ്റുമെന്ന ചൊല്ല് കണ്ണൂർ കിഴല്ലൂരിലെത്തിയാൽ മാറ്റി പറയണം. വിമാനത്താവളത്തിന്റെ പേരിൽ ജീവിതമാർഗം തന്നെ വഴിമുട്ടിപ്പോയവരാണ് പ്രദേശത്തുകാർ. ജീവനോപാധിയായ കൃഷിയടക്കം ഉപേക്ഷിച്ചതോടെ കാടുമൂടിയ നിലയിലാണ് കിഴല്ലൂരിലെ കാനാട് എന്ന ഗ്രാമം. നെല്ലും കവുങ്ങും തെങ്ങും നിറഞ്ഞിരുന്ന കാനാടിന്റെ അവസ്ഥ ദയനീയമാണ് ഇന്ന്. വയലുകളിൽ നെല്ലിനു പകരം കള നിറഞ്ഞു, തെങ്ങും കവുങ്ങുമെല്ലാം മുരടിച്ചു. ഈ ദുരവസ്ഥയ്ക്ക് കാരണം കണ്ണൂരിന്റെ അഭിമാനമായി പിറന്ന മട്ടന്നൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. റൺവേ 4000 മീറ്ററായി ഉയർത്താൻ, പ്രദേശത്തെ വയലും പറമ്പുമടക്കം ഏറ്റെടുക്കാൻ നടപടി തുടങ്ങിയതോടെ കാനാടിന്റെ കാർഷിക പൈതൃകം നിലച്ചു. ഏറ്റെടുക്കാനിരുന്ന ഭൂമിയിൽ കൃഷി ചെയ്യാതായതോടെ ജീവിതം തന്നെ പലർക്കും പ്രതിസന്ധിയായി മാറി. അതാണ് ജീവിക്കാൻ വലിയ മാർഗം തന്നെയാണ്. അതിനെ കൊണ്ട് പിരിവ് കൊണ്ട് ജീവിക്കുന്നതാണ്. ഒരു 5 മുതൽ 3 ലക്ഷം രൂപയോളം അതിൻ്റെ വരുമാനം കിട്ടും. കുരുമുളക്, അണ്ടി, തെങ്ങ്, കവുങ്ങ്, വള്ളി, ഒരു 3 ലക്ഷം രൂപത്തിൽ കിട്ടും. എങ്ങനെയായാലും അതിപ്പോൾ എല്ലാം കൂടി ഒന്നും വല്ലാണ്ടായിട്ടല്ലേ, ഇപ്പം കാട് കെട്ടിയിട്ടല്ലേ, ജീവിക്കാൻ മാർഗ്ഗമില്ല. എൻ്റെ ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, ഇവയെ മേടിക്കാൻ വരെ പൈസയില്ല. ഇങ്ങനെയെല്ലാം ഉള്ളത്. കൃഷിയിറക്കാൻ നാട്ടുകാർ മടിച്ചത് അധികൃതരുടെ പ്രഖ്യാപനത്തോടെയാണ്. ഇതോടെ നാടിന്റെ ഐശ്വര്യം തന്നെ കെട്ടുപോയെന്ന് പഴമക്കാർ പറയുന്നു. വാഗ്ദാനം വിശ്വസിച്ച് കൃഷി ഉപേക്ഷിച്ചവർക്ക് പ്രതീക്ഷിച്ച നഷ്ടപരിഹാരവും കിട്ടിയില്ല. ജീവിതമാർഗമായ കൃഷിയും നിലച്ചു. സമീപ മേഖലകളിലെല്ലാം വലിയ മാറ്റങ്ങൾ വരുമ്പോഴും അതൊന്നും കാനാടിന്റെ പടി കടക്കുന്നില്ലെന്ന ദുഃഖത്തിലാണ് നാട്ടുകാർ. ക്യാമറാമാൻ രാജേഷ് പടകരയ്ക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1, കണ്ണൂർ.